പോയിട്ടുണ്ടോ കുട്ടികൾ? പാരൻസിൻ്റെ കൂടെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. അവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒത്തിരി ബുക്സിൻ്റെ ഒരു കളക്ഷൻ അവിടെ, അല്ലേ? അപ്പോൾ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ബുക്ക് റീഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ കിട്ടുന്നത്? ഒത്തിരി നോളജ് എന്ന് വെച്ചാൽ എന്താ? അറിവ്. അപ്പോൾ ധാരാളം അറിവിൻ്റെ ഒരു ശേഖരമാണ് ഒരു ബുക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ നോളജ് നമ്മളെ എന്തിനു സഹായിക്കുന്നു? ജീവിതത്തിൽ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? റീഡിങ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. അതായത് വായന എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? ജീവിതത്തിൽ പല പല ചേഞ്ചസ് നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ബോർഡിൽ ടീച്ചർ കുറച്ച് ഹാർഡ് ആണ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ടെക്സ്റ്റിൽ, അതായത് ലെസണിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ടീച്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ പോപ്പുലർ ബുക്സിൻ്റെ കുറച്ച് നെയിംസ് ആണ്. അതായത് പോപ്പുലർ എന്ന് വെച്ചാൽ എന്താ? വളരെ പ്രശസ്തമായിട്ടുള്ള, അതായത് ഒത്തിരി ആൾക്കാർ റീഡ് ചെയ്തിട്ടുള്ള ബുക്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുക്സിൻ്റെ നെയിംസ് ആണ് നമുക്ക് ഈ ലെസണിൽ തന്നിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ ബുക്സിൻ്റെ ഓതേഴ്സ് എന്ന് വെച്ചാൽ ഈ ബുക്സ് എഴുതിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ അവരുടെ നെയിംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ലെസണിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, ടീച്ചർ ഹാർഡ് വേർഡ്സ് റീഡ് ചെയ്യാം. നമ്പർ 1 ചാൾസ് ഡിക്കൻസ്. നമ്പർ 2 ജാൻ ഓസ്റ്റൻ. നമ്പർ 3 ലിയോ ടോൾസ്റ്റോയ്. നമ്പർ 4 എനിഡ് ബ്ലൈറ്റൺ. നമ്പർ 5 റോഡ് ദാൽ. നമ്പർ 6 രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. ടീച്ചർ സ്പെല്ലിംഗ് റീഡ് ചെയ്ത് തരാം. ഓക്കെ, നമ്പർ 1 ചാൾസ് ഡിക്കൻസ്. CHARLES. Number 2 Janet Austen. JANEAUSTEN. Number 3 Leo Tolstoy. LEOTOLSTOY. Number 4 Enid Blyton. ENID. Enid Blyton. BLYTON. Enid Blyton. Number 5 Roald Dahl. ROALD. Roald Dahl. DAHL. Number 6 Rabindranath Tagore. RABINDRANATH. Rabindranath Tagore. TAGORE. ടീച്ചർ ഒന്നുകൂടെ എഴുതിക്കാം. നമ്പർ 1 ചാൾസ് ഡിക്കൻസ്. നമ്പർ 2 ജാനറ്റ് ഓസ്റ്റൻ. നമ്പർ 3 ലിയോ ടോൾസ്റ്റോയ്. നമ്പർ 4 എനിഡ് ബ്ലൈറ്റൺ. നമ്പർ 5 റോഡ് ദാൽ. നമ്പർ 6 രവീന്ദ്രനാഥ് ടാഗോർ. All of you open your text and take page number 150. Our first lesson is bookstall. Names of some popular books are given in this lesson. What we have to do? We have to write their authors. Clues are given here. Names of authors are given as clues, and from this we have to find the correct answer. Okay. Pictures of authors are also given here. Number 1 Oliver Twist, A Christmas Carol, David Copperfield. Whose popular books are these? These are the popular books of Charles Dickens. Charles Dickens is a famous English writer. The number 2 Geetanjali, Gora, Harry Bear. These are the popular books of Rabindranath Tagore. Who is Tagore? Tagore is an Indian writer
ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് എ പെയിൻറ്റർ. ഓക്കെ, ടാഗോർ ആരാണ്? ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അതുപോലെ നല്ലൊരു ചിത്രകാരനാണ്, പിന്നെ ഒരു തത്വചിന്തകനാണ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. ഈസ് ദ കമ്പോസർ ഓഫ് അവർ നാഷണൽ ആന്തം. നമ്മുടെ ദേശീയ ഗാനം ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ദെൻ നമ്പർ 3, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പ്രൈഡ് ആൻഡ് പ്രിജുഡീസ്, മാൻസ്ഫീൽഡ് പാർക്ക്. These are the popular books of Jane Austen. Jane Austen is also an English writer. Then number 4, War and Peace, Anna Karenina, The Death of Ivan Ilyich. These are the famous books of, or popular books of Leo Tolstoy. Tolstoy is a Russian writer. Number 5, the famous 5, The Secret Servant, Noddy. These are the popular books of Enid Blyton. Enid Blyton is also an English writer. Then number 6, the BFG, Matilda, James and the Giant Peach. These are the popular books of Roald Dahl. Roald Dahl is a British writer. Let us move on to the notebook. All of you open your notebook, write the lesson's name and today's date. Please listen to the hard words. Charles Dickens, Charles, Charles Dickens, Dickens, Charles Dickens. Leo Tolstoy, Leo Tolstoy, Tolstoy, Leo Tolstoy. Rabindranath Tagore, Rabindranath, Rabindranath Tagore, Tagore, Tagore. All of you write these hard words 5 times neatly, touching the lines and send it to me. Now I am going to read the notes of this lesson. First one, name the following. Author of Oliver Twist. Oliver Twistന്റെ author ആരാണ്? ചാൾസ് ഡിക്കൻസ്. നമ്പർ 2, author of ഗീതാഞ്ജലി. ഗീതാഞ്ജലിയുടെ author ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. Then number 3, author of War and Peace. War and Peaceന്റെ author ലിയോ ടോൾസ്റ്റോയ്. Then match the following. Number 1, Pride and Prejudice, author Jane Austen. Number 2, The Famous 5, author Enid Blyton. Number 3, Matilda, author Roald Dahl. All of you write these notes very neatly, touching the lines and send it to me. Okay, bye children. Good morning everyone. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു മിടുക്കന്മാരായിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലേ? അപ്പോൾ 3rd ടേം നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടീച്ചർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. ടേം 3 ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് റെയിൻ ഇൻ സമ്മർ. റെയിൻ ഇൻ സമ്മർ എന്നൊരു പോയമാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ റീഡ് ചെയ്ത് എന്താണ് പോയമെന്ന് പറഞ്ഞു തരും. ഓക്കെ, Okay, all of you take your textbook, term 3 textbook, page number 3. Okay, rain in summer, rain in summer. Please listen here. How beautiful is the rain after the dust and heat. In the broad and fairy street, in the narrow lane, how beautiful is the rain. How it clatters along the roofs like the tram of hooves. How it gushes and struggles out from the throat of the overflowing spout across the window pane. Across the window pane. It pours and pours and swift and wide with a muddy tide like a river down the gutter roars. The rain, the welcome rain. അപ്പോൾ നമ്മളിന്ന്
പഠിക്കുന്നത് റെയിൻ ഇൻ സമ്മർ എന്ന പോയമാണ്. റെയിനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. എന്താണ് പറയുന്നത്? ഡസ്റ്റും ഹീറ്റും, പൊടിയും, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്, പൊടിയും ചൂടും ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള ഒരു മഴ, അതെത്ര മനോഹരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റെയിൻ ആഫ്റ്റർ ദി ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. പൊടിയും ചൂടിനും ഒക്കെ ശേഷമുള്ള മഴ എത്ര ബ്യൂട്ടിഫുള്ളാണ് എന്നാണ് പറയുന്നത്. ഇൻ ദ ബ്രോഡ് ആൻഡ് ഫെയറി സ്ട്രീറ്റ് ഇൻ എ നാരോ ലൈൻ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റെയിൻ. ഇടുങ്ങിയ നാരോ ആയിട്ടുള്ള നാരോ ലൈനിലെ ഇതാണ് വിശാലമായൊരു സ്ട്രീറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ഈ പിക്ചറിൽ ഇവിടെ കാണുന്നത്. ഫെയറി സ്ട്രീറ്റിലെ നാരോ ഇടുങ്ങിയ പാതയിലെ മഴയും എത്ര മനോഹരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റെയിൻ. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദി റൂഫ്സ് ലൈക്ക് the tramp of hooves, how it gushes and struggles out from the throat of the overflowing spout. പിന്നെന്താ പറയുന്നത്? ഈ മഴ എത്ര ഭംഗിയോടെയാണ് നമ്മുടെ റൂഫ്സിൽ വന്ന് പതിക്കുന്നത്. ലൈക്ക് ദ ട്രംപ് ഓഫ് ഹൂവ്സ്, ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദി ത്രോട്ട് ഓഫ് ദി ഓവർഫ്ലോയിങ് സ്പോട്ട് അക്രോസ് ദി വിൻഡോ പാൻ. Pours and pours and swift and wide, with a muddy tide like a river down the gutter roars the rain, the welcome rain. എന്താ പറയുന്നത്? ഓരോ അക്രോസ് ദി വിൻഡോ പാൻ, ഓരോ ജനൽ പാളികൾക്കപ്പുറവും അതെന്താണ്? പകർന്ന് പകർന്ന് ദ പോഴ്സ് ആൻഡ് പോഴ്സ് ആൻഡ് സ്വിഫ്റ്റ് ആൻഡ് വൈഡ്, പകരുകയാണ്. ഓരോ അത് പകർന്ന് പകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതേ വേഗത്തിൽ, ഒരേ വേഗത്തിലാണത് സഞ്ചരിക്കുന്നതും. വിത്ത് എ മഡി ടൈഡ് ലൈക്ക് എ റിവർ ഡൗൺ ദ ഗട്ടർ റോഴ്സ് ദ റെയിൻ ദ വെൽക്കം റെയിൻ. ഓക്കെ, ടീച്ചർ ഒന്നുകൂടി വായിക്കുവാണ്. പ്ലീസ് ലിസൺ ഹിയർ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. In the broad and fairy street, in the narrow line, how beautiful is the rain. How it clatters along the roofs like the tramp of hooves, how it gushes and struggles out from the throat of the overflowing spout. Across the window pane, it pours and swift and wide, with a muddy tide. Like a river down the gutter roars the rain, the welcome rain. നമ്മുടെ റെയിൻ ഇൻ സമ്മർ എന്ന പോയം എഴുതിയത് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയം റീഡ് ചെയ്യുക. ഫസ്റ്റത്തെ 8 ലൈൻസ് നന്നായിട്ട് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, Words are boldly എഴുതിയിരിക്കുന്നത്. Please listen here. First one, fiery, narrow lane, clatters, trump, struggles, spot. First one, fiery, F-I-E-R-Y, fiery. Narrow lane, N-A-R-R-O-W, narrow lane, L-A-N-E, lane, narrow lane. Clatters, C-L-A-T-T-E-R-S, clatters. Next one, trump, T-R-A-M-P, trump. Struggles, S-T-R-U-G-G-L-E-S, struggles. Last one, spot, S-P-O-U-T, spot. Okay? Fiery, narrow lane, clatters, trump, struggles, spot. Okay, all of you take your notebooks. Hard words ആണ് fiery, narrow lane, clatters, trump, struggles, spot. Fiery, F-I-E-R-Y, fiery. Narrow lane, N-A-R-R-O-W, narrow. Lane, L-A-N-E, lane, narrow lane.
Clatters, CLATTERS, clatters. Trump, TRAMP, trump. Struggles, STRUGGLES, struggles. Spot, SPOUT, spot. Okay, 5 times neat ആയിട്ട് നോട്ടിൽ എഴുതി നോട്ട്സ് കാണിക്കുക. ഓക്കെ, മാത്സ് ആണ് പഠിക്കാനുള്ളത്. ടേം 2 ടെക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എക്സാമിന് മുന്നേ ടേം 2 ടെക്സ്റ്റിന്റെ ഡിവിഷൻ എന്ന ലെസൺ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് ഡിവിഷൻ ഫാക്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് വരെ എക്സാമിനുള്ളായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് തേർഡ് ടേമിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതിനെക്കാട്ടി നന്നായിട്ട് തന്നെ എല്ലാവരും മാത്സ് പഠിക്കണം. ഓക്കെ, എല്ലാ സബ്ജക്റ്റും അതുപോലെ പഠിക്കുക. അപ്പോൾ ടീച്ചർ ഇന്ന് ലോങ് ഡിവിഷൻ ആണ് പഠിപ്പിക്കുന്നത്. ഡിവിഷൻ ലെസണിലെ ലോങ് ഡിവിഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, okay, all of you take your textbook, page number 59. Long division. Long division method is useful for dividing big numbers. In this we write the division sum as follows. For long division എന്ന് പറഞ്ഞാൽ the long division method is used for dividing big numbers. ബിഗ് നമ്പേഴ്സിനെ, വലിയ സംഖ്യകളെ ഡിവൈഡ് ചെയ്യാനാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Long division method is useful for dividing big numbers. Okay, for example, divide 72 by 9. 72 by 9. Okay, അപ്പോൾ 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈസർ 9 ആണ്. ഡിവൈസർ 9. 8 എന്ന് പറയുന്നത് ക്വോഷ്യൻ്റ് ആണ്. 8 ക്വോഷ്യൻ്റ്. 72 ആണ് ഇതിലെ ഡിവൈഡൻറ്റ്. 72 ആണ്. ഓക്കെ, ഇവിടെ 72ഉം 9ഉം ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത്. 72ൽ നിന്ന് 9 ഡിവൈഡ് അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 8 ആണ്. കോഷ്യൻ്റ് 8 ആണ്. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ വിത്ത് വിച്ച് ടു. കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓഫ് ഡിവിഷൻ. റിസൾട്ട് ഓഫ് ഡിവിഷനെയാണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഡിവൈഡൻറ്റ് നമ്പർ ടു ബി ഡിവൈഡഡ്. നമ്പർ ടു ബി ഡിവൈഡഡ് ആണ് ഡിവൈഡൻറ്റ്. ഡിവൈസർ നമ്പർ വിത്ത് വിച്ച് ടു ഡിവൈഡ്. വിച്ച് ടു ഡിവൈഡ്. ഡിവൈസർ. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് റിമൈൻഡർ. Distribute 15 chocolates among a group of children such that each child gets 2. We see that 7 children get 2 chocolates with each and 1 chocolate is left. എന്താണ്? 50 ചോക്ലേറ്റ്സിനെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 15 ചോക്ലേറ്റ്സ് എമംഗ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ സച്ച് ദാറ്റ് ഈച്ച് ചൈൽഡ് ഗെറ്റ് 2. 2 എണ്ണം വീതം ആ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും ഡിവൈഡ് ചെയ്യണം 15 ചോക്ലേറ്റ്സിനെ. ഫസ്റ്റ് വി സീ ദാറ്റ് 7 ചിൽഡ്രൻ ഗെറ്റ് 2 chocolates. Each 1 chocolate is left. This left over after equal grouping is called remainder. Equal grouping is called remainder. In other words, remainder is the number which is the left over when the divisor does not divide the dividend completed. Okay, 15 ഡിവൈഡൻ്റ് ആണ്. 15 എന്ന് പറയുന്നത് ഡിവൈഡൻ്റ് ആണ്. ഡിവൈസർ 2 ആണ്. ഡിവൈസർ 2. 7 എന്ന് പറയുന്നതാണ് കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ 15 ഡിവൈഡൻറ്റും ഡിവൈസറും. കോഷ്യൻ്റ് 7 ആണ്. അപ്പോൾ ഇതിൽ 1 ബാലൻസ് വന്നതാണ് റിമൈൻഡർ. 1 ആണ് റിമൈൻഡർ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ഡിവിഷൻ ബൈ യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ചെയ്ത പ്രോബ്ലം ചെക്ക് ചെയ്യുന്നത്, ഡിവിഷൻ ചെക്ക് ചെയ്യുന്നത്. ഡിവൈഡൻറ്റ് ഈസ് ഈക്വൽ ടു divisor into quotient. Divisor into quotient plus remainder. Okay, thing is called remainder. In other words, remainder is the number
which is the leftover when the divisor does not divided the dividend completed. Okay, 15 ഡിവൈഡൻ്റ് ആണ്. 15 എന്ന് പറയുന്നത് ഡിവൈഡൻ്റ് ആണ്. ഡിവൈസർ 2 ആണ്. ഡിവൈസർ 2. 7 എന്ന് പറയുന്നതാണ് കോഷ്യൻ. ഓക്കെ, അപ്പോൾ 15 ഡിവൈഡൻറ്റും ഡിവൈസറും. കോഷ്യൻ്റ് 7 ആണ്. അപ്പോൾ ഇതിൽ 1 ബാലൻസ് വന്നതാണ് റിമൈൻഡർ. 1 ആണ് റിമൈൻഡർ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ഡിവിഷൻ ബൈ യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ചെയ്ത പ്രോബ്ലം ചെക്ക് ചെയ്യുന്നത്, ഡിവിഷൻ ചെക്ക് ചെയ്യുന്നത്. ഡിവൈഡൻറ്റ് ഈസ് ഈക്വൽ ടു divisor into quotient, divisor into quotient plus remainder. Okay, division of a 2-digit number by a 1-digit number, division of a 2-digit number by a 1-digit number. When we divide a 2-digit number by a 1-digit number, we can get a quotient which is either a 1-digit number or 2-digit number. Okay, okay, your example. There are 63 bells. If each Christmas tree is to be decorated with 3 bells, how many Christmas trees are required? 63 bells ഉണ്ട്. There are 63 bells. Each Christmas tree, ഓരോ ക്രിസ്മസ് ട്രീയിലും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് 3 ബെൽസ് വീതം എടുത്തു. ഹൗ മെനി ക്രിസ്മസ് ട്രീസ് ആർ റിക്വയർഡ്? എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? 63 ഡിവൈഡഡ് ബൈ 3. 63 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദി ടെൻസ് പ്ലേസ് ഓഫ് ദി ഡിവൈഡൻറ്റ്. 6 tens divided 3 is equal to 2 tens. 2 tens. Then write 2 in the tens place of the quotient. Quotient ille tens place la 2 എഴുതണം. Then subtract 6 from the tens place of the dividend. ഈ ഡിവൈഡൻറ്റിൻ്റെ tens place ലെ 6നെ subtract ചെയ്യണം. 6 minus 6. 6 minus 6 is equal to 0. Okay, 6 minus 6 is equal to 0. Then bring down the ones digit of the dividend. Okay, ones digit. Bring down the ones digit of the dividend. Dividend ile ones digits. 3 അതുപോലെ 3 എഴുതുന്നു. 6 minus 6 0. Okay, then 63 divided by 3. Next 3 ones divided by 3. 3 ones divided 3 is equal to 1 ones. 1 ones. Write 1 in the ones place of the quotient. Quotient in the ones place la write 1 എഴുതണം. നെക്സ്റ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 3 minus 3. 3 minus 3. Subtract 3 from the ones place of the dividend. Dividendile ones place le 3. 3 minus 3 is equal to 0. Answer 21. 21. 21. 21 Christmas trees are required. നെക്സ്റ്റ് നമുക്ക് കിട്ടിയ ആൻസർ ചെക്ക് ചെയ്യണം. അപ്പോൾ 63 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 21 എന്ന ആൻസർ നമുക്ക് കിട്ടി. ഇനി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഫോർമുല ഡിവൈസർ ഇൻറ്റു ക്വോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഡിവൈസർ ഇൻറ്റു ക്വോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവൈഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിവൈസർ 3 ഇൻറ്റു quotient 21. 3 into 21 plus 0. Remainder 0 ആണ്. Remainder 0 is equal to 3 into 21. 63. 63 plus 0 is equal to 63 plus 0 is equal to 63 തന്നെയാണ്. അപ്പോൾ the division is correct. The division is correct. Okay. Next, divide 93 by 2 and check your answer. 93 divided by 2. 93 divided by 2 is equal to 46. Okay, ഇവിടെ 46 quotient divisor 2. 93 എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണ്. റിമൈൻഡർ 1 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർമുല ഡിവൈസർ ഇൻറ്റു ക്വോഷ്യൻ പ്ലസ് റിമൈൻഡർ, ഡിവൈസർ ഇൻറ്റു ക്വോഷ്യൻ പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ്. ഓക്കെ, ഡിവൈസർ 2 ആണ്, 2 ഇൻറ്റു ക്വോഷ്യൻ 46. അപ്പോൾ 2 ഇൻറ്റു 46 പ്ലസ് റിമൈൻഡർ 1. അപ്പോൾ 2 ഇൻറ്റു 46 92. 92 പ്ലസ് 1 93. ഓക്കെ, 93 ആണ് നമ്മൾ ഡിവിഡൻറ്റ്. അപ്പോൾ 93. അപ്പോൾ ദ ഡിവിഷൻ ഈസ് കറക്റ്റ്. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. ലോങ് ഡിവിഷൻ ടീച്ചർ ഇപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലോങ് ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് വൺ ടീച്ചർ ചെയ്തിട്ടുണ്ട്, 72 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ റിമൈൻഡർ ഇവിടെ ഒന്നുമില്ല, 8 ആണ് ക്വോഷ്യൻ്റ്, ഡിവൈസർ 9 ആണ്, ഡിവിഡൻറ്റ് 72. ഓക്കെ, അപ്പം അതുപോലെ ഓരോന്നും വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഇതും ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് എല്ലാവരും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്നെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. തേർഡ് ടെക്സ്റ്റ് നമ്മുടെ ടേം 3 ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് മുംബൈ ദി കൊമേഴ്ഷ്യൽ സിറ്റി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. മുംബൈ ദ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. നമ്മൾ ഈ ലെസൺ ഫുൾ പഠിക്കുന്നത് മുംബൈയെ കുറിച്ചാണ്. മുംബൈയുടെ കാലാവസ്ഥയെ കുറിച്ചും എങ്ങനെയാണ് മുംബൈ എന്നുള്ള പേര് വന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. 1995 വരെ ബോംബെ എന്നാണ് നമ്മുടെ മുംബൈയെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതിൻ്റെ കാലാവസ്ഥ ക്ലൈമറ്റ്സിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ലെസണിൽ. അപ്പോൾ ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 190. Text term 3 text, page number 190. Okay, Mumbai, the commercial capital of India. Mumbai is the capital of Maharashtra. It was known as Bombay until 1995. Mumbai lies on the west coast of India and faces the Arabian Sea of India. It is the most populous city in India and 6th most populous city in the world. Mumbai is also the commercial capital of India. The important offices of the Maharashtra government and the residences of the governor, chief minister and other ministers are in Mumbai. 7 islands constitute the city of Mumbai. It was developed into a city after the invention of the Portuguese. The Mumbai got its name from the local goddess Mumbadevi. അപ്പോൾ നമ്മൾ മുംബൈയെ കുറിച്ചാണ് പഠിക്കുന്നത്. മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ്, ക്യാപിറ്റലാണ് നമ്മുടെ മുംബൈ. ഇറ്റ് വാസ് നോൺ ആസ് ബോംബെ. 1995 വരെ മുംബൈയെ ബോംബെ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മുംബൈ ലൈസ് ഓൺ ദി വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫേസസ് ദ അറേബ്യൻ സീ ഓഫ് ഇന്ത്യ. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ വെസ്റ്റ് പടിഞ്ഞാറ് തീരത്ത് ഇന്ത്യയുടെ അറബിക്കടലിന് ഫേസ് ചെയ്താണ് നമ്മുടെ മുംബൈ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സിറ്റിയാണ് നമ്മുടെ മുംബൈ. പിന്നെ എന്താണ്? 6th മോസ്റ്റ് പോപ്പുലസ് സിറ്റി ഇൻ വേൾഡ്. വേൾഡിലെ 6th മോസ്റ്റ് പോപ്പുലർ സിറ്റിയാണ് മുംബൈ. മുംബൈ ഈസ് ഓൾസോ ദി കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. The important offices of the Maharashtra government and the residence of the governor, chief minister and other ministers are in Mumbai. പിന്നെ എന്താണ് പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസസ്, മെയിൻ ഓഫീസസ് ഒക്കെ എവിടെയാണ്? നമ്മുടെ മുംബൈയിലാണ്. പിന്നെ എന്താണ്? ദ റെസിഡൻസ് ഓഫ് ദി ഗവർണർ, ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ മിനിസ്റ്റർ ആർ ഇൻ മുംബൈ. എല്ലാവരും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഓഫീസസും ഗവർണറും ചീഫ് മിനിസ്റ്റേഴ്സ് പിന്നെ മറ്റുള്ള മിനിസ്റ്റേഴ്സൊക്കെ നമ്മുടെ മുംബൈയിലാണ് ഉള്ളത്. നെക്സ്റ്റ്
Seven islands constitute the city of the Mumbai. It was developed in the city after the invention of Portuguese. ഇതാണ് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് ശേഷമാണ് ഇതൊരു നഗരമായിട്ട് വികസിച്ചത്, വളർന്ന് വന്നത്. പോർച്ചുഗീസുകാരുടെ ഇൻവെൻഷന് ശേഷമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ ക്ലൈമറ്റ് ഓഫ് മുംബൈ. ഈ മുംബൈയുടെ ക്ലൈമറ്റ്, കാലാവസ്ഥ. മുംബൈ ഹാസ് എ മോഡറേറ്റ് ക്ലൈമറ്റ്. മുംബൈ ഹാസ് എ മോഡറേറ്റ് climate. It is warm and humid in summer and moderately cold in winter. The city normally receives rain from June to September. മുംബൈയിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? മോഡറേറ്റ് ആണ്, മിതമായ ഒരു തണുപ്പാണ് അവിടെ മുംബൈയിലുള്ളത്. ഇറ്റ് ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഇൻ സമ്മർ ആൻഡ് മോഡറേറ്റ്ലി കോൾഡ് ഇൻ വിൻ്റർ. The city normally receive rain from, അവിടെ റെയിൻ ടൈം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ ടു സെപ്റ്റംബർ ആണ് റെയിൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് മുംബൈ കാസ്. ദ പീപ്പിൾ ഓഫ് മുംബൈ ആർ കോൾഡ് മുംബൈക്കാർസ്. മുംബൈയിലെ ആൾക്കാരെ എന്ന് ദ പീപ്പിൾ ഓഫ് മുംബൈ ആർ കോൾഡ് മുംബൈക്കാർസ് എന്നാണ് പറയുന്നത്. മുംബൈയിലെ ആൾക്കാരെ, മുംബൈയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് മുംബൈക്കാർസ് എന്ന് പറയുന്നത്. ദ സിറ്റി ഹാസ് എ കോസ്മോപൊളിറ്റൻ കൾച്ചർ. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻ beliefs and cultures coexist in Mumbai. Marathi, Hindi and Konkani are the major languages spoken here. നമ്മുടെ മുംബൈ നഗരത്തിന്, മുംബൈക്ക് ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ ഉള്ളവരാണ്? ഡിഫറെൻറ്റ് റീജിയൻസിലുള്ളവർ. ബിലീഫ്സ് ആൻഡ് കൾച്ചർ, അവർ വ്യത്യസ്ത പ്രദേശത്ത് നിന്ന് വ്യത്യസ്ത വിശ്വാസങ്ങളിൽ, സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇവിടെ നമ്മുടെ മുംബൈയിൽ ഉള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? മറാത്തി, ഹിന്ദി ആൻഡ് കൊങ്കണി ആർ ദി മേജർ ലാംഗ്വേജസ് സ്പോക്കൺ ഹിയർ. അവിടെ മേജറായിട്ട് സംസാരിക്കുന്ന ഭാഷകൾ ഏതാണ്? മറാത്തി, ഹിന്ദി ആൻഡ് കൊങ്കണി ആർ ദി മേജർ ലാംഗ്വേജസ് സ്പോക്കൺ ഹിയർ. ബേൽപൂരി, പാനിപൂരി, പാവ് ബജി ആൻഡ് വടാപാവ് ആർ ദി ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ മുംബൈ. പിന്നെ എന്താണ് മുംബൈയിലെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ആണ് ബേൽപൂരി, പാനിപൂരി, പാവ് ബജി ആൻഡ് വടാപാവ് ആർ ദി ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ മുംബൈ. ദ ഓൾ മേജർ ഫെസ്റ്റിവൽസ്, അവിടുത്തെ മേജർ ഫെസ്റ്റിവൽസ് ദിവാലി, ഹോളി, ക്രിസ്മസ് ആൻഡ് ഈദ് ആർ സെലിബ്രേറ്റഡ് ഹിയർ. Ganesh Chaturthi is the most popular festival in this city. Most popular ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് ഗണേഷ് ചതുർത്ഥി. Next, commercial capital. Mumbai is the richest city in India. It is known for its industries. Textiles and petrochemicals are the major industries here. It has the largest port in India, and oil field named Bombay High is 160 kilometers off the coast of Mumbai. Petroleum is extracted from the seabed here. Mumbai's film industry is called Bollywood. It is considered the Hollywood of India. Most of the Hindi films are shot here. അപ്പോൾ മുംബൈ ഈസ് ദി റിച്ചസ്റ്റ് സിറ്റി. സമ്പന്ന നഗരമാണ്, റിച്ചസ്റ്റ് സിറ്റിയാണ്, ഇന്ത്യയിലെ റിച്ചസ്റ്റ് സിറ്റിയാണ് നമ്മുടെ മുംബൈ. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഇൻഡസ്ട്രീസ്. ഇത് വ്യവസായങ്ങൾക്കും പേരുകേട്ടതാണ്, ഇൻഡസ്ട്രീസിലും പേരുകേട്ടതാണ്. ടെക്സ്റ്റൈൽസ്, പെട്രോകെമിക്കൽസ് ആർ ദി മേജർ ഇൻഡസ്ട്രീസ്. നമ്മുടെ മുംബൈയിലെ മേജർ ഇൻഡസ്ട്രീസ് ആണ് ടെക്സ്റ്റൈൽസും പെട്രോകെമിക്കൽസും. ഇറ്റ് ഹാസ് ദി ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ട്, തുറമുഖം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് oil field 9 Bombay High in 160 kilometers off the coast of Mumbai. Petroleum is extracted from the seabed here.
മുംബൈയിൽ നിന്ന് 160 കിലോമീറ്റേഴ്സ് അകലെയാണ് നമ്മുടെ ബോംബൈ ഹൈ എന്ന ഓയിൽ ഫീൽഡ് ഉള്ളത്. ദെൻ മുംബൈസ് ഫിലിം ഇൻഡസ്ട്രി, മുംബൈയിലെ ഫിലിം ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദി ഹോളിവുഡ് ഓഫ് ഇന്ത്യ. മോസ്റ്റ് ഓഫ് ഹിന്ദി ഫിലിംസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, മുംബൈയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. The first railway service in India was between Mumbai and Thane in 1853. Most people here depend on local train for transport. The famous Chhatrapati Shivaji Terminus in Mumbai is one of the busiest railway stations in India. Chhatrapati Shivaji International Airport, earlier known as Saha Airport in Mumbai, is the busiest airport in India. The first railway service, ആദ്യ റെയിൽ സർവീസ് 1853 മുംബൈയിലും താനിക്കും ഇടയ്ക്കാണ് സർവീസ് ഉണ്ടായിരുന്നത്. മോസ്റ്റ് പീപ്പിൾ ഹിയർ ഡിപ്പെൻഡ് ലോക്കൽ ട്രെയിൻസ് ഫോർ ട്രാൻസ്പോർട്ടിനായിട്ട് അവിടുത്തെ മോസ്റ്റ് പീപ്പിൾസും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ലോക്കൽ ട്രെയിൻസിനെയാണ്. ദ ഫേമസ് ഛത്രപതി ശിവജി ടെർമിനസ് ഇൻ മുംബൈ ഈസ് വൺ ഓഫ് ദി ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസിൽ ഒന്നാണ് ഛത്രപതി ശിവാജി ടെർമിനസ്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് മുംബൈയിലെ ബിസിയസ്റ്റ് എയർപോർട്ട്. ഇന്ത്യയിലെ ബിസിയസ്റ്റ് എയർപോർട്ട് മുംബൈയിലാണ് ഛത്രപതി ശിവാജി ടെർമിനൽ എയർപോർട്ട്. ഓക്കെ, മെനി ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, IIT Bombay and the Tata Institute of Social Sciences are situated in Mumbai. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യുക. Okay, Mr. Hardwood's and boldly എഴുതിയിരിക്കുന്നത്. Please listen here. First one, hopeless city. Portuguese, Mumbai cars, industries, petrochemicals, petroleum. First one, populous city. Populous, populous city. City, city, populous city. Next one, Portuguese. Portuguese, Portuguese. Third one, Mumbai cars. MUMBAIKARS, Mumbai cars. Industries, INDUSTRIES, industries. Petrochemicals, PETROCHEMICALS, petrochemicals. Last one, petroleum. PETROLEUM, petroleum. Okay, populous city, Portuguese, Mumbai cars, industries, petrochemicals, petroleum. Okay, all of you take your notebooks. Mumbai, the commercial capital of India. Populous city, Portuguese, Mumbai cars, industries, petrochemicals, petroleum. First one, populous city. POPULOUS, populous city. CITY, city. Portuguese, PORTUGEGUESE, Portuguese. Third one, Mumbai cars. MUMBAIKARS, Mumbai cars. Industries, INDUSTRIES, industries. Petrochemical, PETROCHEMICALS, petrochemicals. Last one, petroleum. PETROLEUM, petroleum. Hard words 5 times neat ആയിട്ട് എഴുതുക. Okay.